പക്ഷെ പറയും, ഒരു കാലത്ത് ഞാൻ സ്വയം വിചാരിച്ചു എന്നിലൂടെ ദൈവ ഇസ്രായേൽ മക്കളെ വിടിവിക്കുമെന്ന്, ഈ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുമെന്ന് ഞാൻ സ്വയം വിചാരിച്ചു. സ്വതന്ത്രം. അങ്ങനെ ഈ പുള്ളിക്കാരൻ ഒരു ദിവസം ഒരു എബ്രായനും ഒരു മിസ്രൈമനും തമ്മിൽ അടികൂടുന്ന കണ്ടപ്പോ ഈ പുള്ളിക്കാരൻ അതിന്റെ ഇടയിലോട്ട് കയറി ഈ മിസ്രൈമനെ തല്ലിക്കൊന്ന് മണ്ണിൽ പൂഴ്ത്തി. മറ്റൊരു ദിവസത്തേക്ക് വരുമ്പോ രണ്ട് എബ്രായർ തമ്മിൽ അടികൂടുന്നു, ഇതിന്റെ ഇടയിലോട്ട് പുള്ളി ചെന്ന് കയറി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ സഹോദരങ്ങളല്ലേ, നമ്മൾ എന്തിനാ തല്ലുകൂടുന്നേ? ആമേൻ. ചുരുക്കത്തിൽ ഞാൻ പറയാം, പുള്ളി കൊലപാതകം ചെയ്തെന്ന നാട് മൊത്തം പാട്ടായി. ഫറവോന്റെ രാജാവിന്റെ ചെവി വരെ എത്തി. ഇവനെ കൊല്ലാൻ വേണ്ടി ഫറവോൻ അന്വേഷിച്ചു. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, പുള്ളി ഓടിയെന്ന് എഴുതിയിരിക്കുന്നേ. എന്തിനാ ഓടിയേ? ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി എന്തെന്നറിയാതെ ഇവൻ ഓടി. ഇവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്നറിയാതെ ഇവൻ ഓടി. ഇന്ന് രാത്രി ആമൻ സ്തോത്രം, ഞാൻ ഈ രാത്രി ഇങ്ങനെ വിളിച്ചു പറയാം, അലയാനല്ല ദൈവം നിന്നെ വിളിച്ചേ, ഓടാനല്ല ദൈവം നിന്നെ വിളിച്ചേ. ഇന്ന് രാത്രി ഈ പ്രസൻസിനകത്തോട്ട് കയറിയാൽ, ഈ തേജസ്സിനകത്തോട്ട് കയറ്റി, ഈ ദിവസങ്ങളിൽ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം നിനക്കത് കൈമാറുന്ന രാത്രിയാണത്.